ഹലോ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിനു മുന്നേ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഏപ്രിൽ 29-ാം തീയതിക്കാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒരു ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേര് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അപ്പം വലിയ വീഡിയോസൊന്നും അല്ല, എന്നാലും ഞങ്ങൾ ചെറിയൊരു ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പിങ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നൊന്നുമില്ല. എന്നാലും ആ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മെയ് 1-ാം തീയതി ആയിരുന്നു ആ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ലല്ലൂട്ടൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ ഒരു ഷോപ്പിംഗാണ്. മെയ് 1-ാം തീയതിയാണ് ലല്ലൂട്ടൻ്റെ ബർത്ത്ഡേ. പക്ഷേ മെയ് 1-ാം തീയതി ഞങ്ങളെ ആ ബർത്ത്ഡേൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മോന് ചെറുതായിട്ട് വയ്യായ്കയൊക്കെ ഉള്ളതുകൊണ്ട്, വയ്യായ്ക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പനിയും കഫക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. കേക്ക് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് മുറിച്ചത്. മോനവിടെ സൗണ്ട് വയ്ക്കുന്നുണ്ട്, അതാട്ടോ വീഡിയോ നിന്ന്. അപ്പം എന്താ വെച്ചാൽ കേക്ക് തന്നെ ഞങ്ങൾ പിടിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യാൻ നിന്നത്. പിന്നെ ഞാൻ അവനെയും കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ ഭയങ്കര ഈ ചെറിയ മക്കളെ കാര്യം അറിയാലോ, ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ എന്ന് പറഞ്ഞാൽ അവന് ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടോ. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് നിങ്ങളെ ആ ഗിഫ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സന്തോഷമല്ലേ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ കിട്ടിയ ഗിഫ്റ്റ് വേറുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാരണം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്, ഫുള്ളും നല്ല രസമുള്ള ഡ്രസ്സുകളാട്ടോ. ഒത്തിരി ഡ്രസ്സ് പറഞ്ഞാൽ ഒരു 50-60 സെറ്റ് ഡ്രസ്സെങ്കിലും അവന് കിട്ടിയിട്ടുണ്ട് ബർത്ത്ഡേക്ക്. അപ്പോൾ ഞങ്ങൾ 140 ആൾക്കാരുടെ പരിപാടിയാണ് ഞങ്ങൾ വെച്ചത്. പക്ഷേ അതിൽ ചിലവരും വന്നിട്ടില്ല, അവരുടെ ഓരോ ആവശ്യങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് വെച്ചാൽ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അതൊക്കെ അടിപൊളി ഫുഡായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു. അതിലൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ മെയിനായിട്ട് ഗിഫ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ്. പിന്നെ ഇപ്പം ഉടുപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവന് ഒരു 3 ടോയ്സ് കിട്ടിയിട്ടുണ്ട്. ടോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു പുഴു മാതിരിയുള്ള സാധനം കേട്ടോ. അതിൻ്റെ മുകളിലിരുന്ന് നമ്മൾ ചവിട്ടി പോണ ഒരു സാധനമാണ്. പക്ഷേ എൻ്റെ നടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഒരു വയസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 8 മാസമായ ഒരു പ്രായമായ കുട്ടീൻ്റെ ഒക്കെ ഒരു ഇതാട്ടോ അവന്. കാരണം അവനധികം വലിപ്പം കുറവായതുകൊണ്ട്, വലിപ്പം എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമില്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ വലിയ നടക്കുക കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മൂത്ത മകനാണത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 2 ടോയ്സ് കിട്ടി. ജീപ്പാണ് കിട്ടിയത്. ആ ജീപ്പ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ജീപ്പാണ്, പക്ഷേ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ടോയ്സ്. ഇത്ര മാത്രമേ ടോയ്സ് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ കിട്ടിയത് ഉടുപ്പാണ് കേട്ടോ. ആ ഉടുപ്പ് അതിലും പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പിടാൻ പറ്റുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 5-8 ജോഡി ഡ്രസ്സ് മാത്രമേ അവന് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം 2.5-3 വയസ്സ് വരെ, 2.5 വയസ്സ് വരെയെങ്കിലും, 3 വയസ്സല്ല, 2 വയസ്സ് 2.5 വയസ്സ് വരെയെങ്കിലും ഇടാൻ പറ്റിയ ഡ്രസ്സാണ് ഫുള്ളും കിട്ടിയത്. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയും തലേന്ന് വന്നു മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ കൊണ്ടുവന്നു. അച്ഛനും അമ്മയും ഈ 2 ജോഡി വീതം 2 ആൾക്കും കൊണ്ടുവന്നു. കാരണം മൂത്തവന് വിഷമാവില്ലേ, മൂത്തവന് ഡ്രസ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ. നമ്മളടുത്ത് ഒത്തിരി പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ മൂത്ത കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോനാകെ 4.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവന് വിഷമാവെന്ന് പറഞ്ഞ്, അല്ലെങ്കിലും ഇളവൻ എന്ത് വാങ്ങുകയാണെങ്കിലും മൂത്തവൻ എന്തായാലും ഉണ്ട്. മൂത്തവൻ എന്ത് വാങ്ങുകയാണെങ്കിലും ഇളവൻ എന്തായാലും വാങ്ങും. അതൊക്കെ അപ്പം ഞാൻ ആ ഡ്രസ്സ് ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അച്ഛൻ കൊണ്ടുവന്ന കേട്ടോ. ഇതും പിന്നെ വേറൊരു ജോഡി ഡ്രസ്സും ഉണ്ട്. ഇതിൻ്റെ ഒരു ബ്ലൂ കളറ് നിൽക്കുന്നു. നല്ല ഭംഗിയാട്ടോ കാണാൻ.
ഇങ്ങനത്തെ ലൈറ്റ് കളറ് ഡ്രസ്സായിരിക്കും നമ്മളെ മക്കൾക്ക് കൂടുതൽ ചേർച്ച. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളാട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം അവനെല്ലാം ചേരും. അവനായാലും മൂത്ത ആൾക്കായാലും അത്യാവശ്യം എല്ലാ ഡ്രസ്സും നല്ലോണം ചേരും. പിന്നെ നല്ല റെഡ് കളറ് ഡ്രസ്സാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഇതൊക്കെയാണ് ഇപ്പം ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ കേട്ടോ. അതിൻ്റെ നിക്കറെന്ന് പറയുന്നത് ഇതാണ്. ഒക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ്. പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. കാരണം ഈ ഇതിന് ബാബാ സൂട്ടില്ലേ, ആ ഡ്രസ്സാണ്. അത് അറ്റാച്ച്ഡ് ആയിട്ട് വന്നതാണ്. ഇത് കണ്ടോ, നല്ല രസമാണ്. ഒക്കെ നല്ല ക്യൂട്ട്. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഇത് ഞങ്ങൾക്ക് ഒരു 24-ാം തീയതി കല്യാണം വരുന്നത്, അത് ഇടിയിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര രസം കേട്ടോ. ഇതവനെ ഇടിയിപ്പിച്ചൊക്കെ നോക്കി ഒത്തിരി നല്ല ഭംഗി, എല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. പക്ഷെ എല്ലാം എനിക്ക് ഈ വീഡിയോസിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ഞാൻ കാണിക്കാം. ഓക്കെ, ഇനി കാണിക്കാൻ പോകുന്ന ഡ്രസ്സേ ഇത് എൻ്റെ അച്ഛൻ കൊണ്ടുവന്നാണ്. അതിൻ്റെ അച്ഛന് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ഞാൻ എടുത്ത് വെച്ചപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം അച്ഛന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കും. അതിൻ്റെ അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. വിലയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. എന്ത് വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അച്ഛൻ ആ ഡ്രസ്സ് എടുത്തിരിക്കും. അത് എനിക്കാണെങ്കിൽ അനിയത്തിക്കൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. അതിപ്പോഴും അതെ, അന്നും അതെ, ഇന്നും അതെ. ഇപ്പം ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇതാട്ടോ ഡ്രസ്സ്. ഇത് ഭയങ്കര എൻ്റെ അച്ഛന് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. ഈ കളറായാലും പിന്നെ അതിൻ്റെ നിക്കറെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് ഇട്ട് നടക്കാൻ ഭയങ്കര സുഖമായിരിക്കും. ഇനി നല്ല ഡ്രസ്സുള്ള ബാബാ സൂട്ടാട്ടോ. കണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങളെ മക്കൾക്കും ബർത്ത്ഡേ വെക്കുമ്പോൾ കിട്ടാറുണ്ടോ? അതൊക്കെ കമൻ്റ് ഇടണേ. കണ്ടോ, ഇതിന് ഞാൻ സ്റ്റിക്കറൊന്നും ഞാൻ വലിച്ചു പറിച്ച് കളഞ്ഞിട്ടില്ല. അതൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. ഇതൊക്കെ നല്ല രസമാണ് മക്കൾക്ക് ഇട്ട് കഴിഞ്ഞാൽ. ചെറിയ ഈ ക്യൂട്ട് മക്കളല്ലേ എല്ലാം. അതായത് അവർ ഈ പ്രായത്തിലെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കിട്ടുകയുള്ളൂ. ഭയങ്കര ഒക്കെ ഈ മിക്കതും ബനിയൻ ക്ലോത്തിൻ്റെ ഡ്രസ്സുകളായിരിക്കും. ഞാനിപ്പം മൂത്തവനായാലും എടുക്കാൻ പോകുമ്പോഴും ഇങ്ങനത്തെ ലൈറ്റ് കളറേ ഞാൻ എടുക്കാറുള്ളൂ. അതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ലൈറ്റ് കളറെന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തൊരു ബാബാ സൂട്ടാട്ടോ. ഇതതിൻ്റെ ബനിയനാണ്. ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാം കേട്ടോ. ഇതതിൻ്റെ വള്ളി കേട്ടോ. കണ്ടോ, ഇതതിൻ്റെ വള്ളി അങ്ങനെ വരും. ഇത് വള്ളിയാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചാട്ടോ. നമുക്ക് നിക്കർ മാത്രമാണെങ്കിലും ഇടാം. അങ്ങനെയുണ്ട്. നിക്കർ മാത്രമാണെങ്കിലും നമുക്ക് മക്കൾക്ക് ഇട്ട് കൊടുക്കാം. അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ ഷർട്ടും കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം വലുതാണ്. ഇതൊക്കെ നമ്മൾ ഇരിക്കാം, കുഴപ്പമില്ല. നല്ല ക്ലോത്താട്ടോ, എല്ലാം നല്ല അടിപൊളി ക്ലോത്താണ്. പിന്നെ അതിൻ്റെ നിക്കറുതാട്ടോ. കേട്ടോ, അടിപൊളി. എല്ലാം നല്ല രസമുള്ള ഡ്രസ്സുകളാണ്. ഫുള്ളും നമ്മളെ എല്ലാം എന്ന് പറഞ്ഞാൽ ഏത് കളറും അവന് ചേരും. അത് പിന്നെ പ്രശ്നമുള്ള കാര്യമല്ല. ഈ അടുത്തട്ടോ ഈ കോഡ് സെറ്റില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എനിക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നല്ല രസമാണ് കോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഇത് കാണാൻ. കാരണം ഒരേപോലത്തെ നിക്കറും ഒരേപോലത്തെ ഷർട്ട് അല്ലെങ്കിൽ ഒരേപോലത്തെ ടീഷർട്ട് അങ്ങനെ. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ മൂത്ത മോന് ഓർഡർ ചെയ്തിട്ടുണ്ട് കോഡ് സെറ്റ്. അവനില്ല. അപ്പം എൻ്റെ മൂത്ത മോന് പോലും ഇത്ര കിട്ടിയിട്ടില്ല ബർത്ത്ഡേക്ക്. അത്ര രസമുള്ള സെറ്റാണ്. ഇത് കണ്ടോ, 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 ഇതിൻ്റെ നിക്കർ അതാണ് കേട്ടോ. ബനിയനും നിക്കറും. ഓക്കെ, അതൊക്കെ നല്ല രസമുള്ള ഡ്രസ്സുകളല്ല. ഇതാട്ടോ ബർത്ത്ഡേ കൂട്ട്. അപ്പോൾ അവന് ഉറക്കമൊക്കെ കഴിഞ്ഞ് നീറ്റാണെങ്കിൽ ഇപ്പം സമ്മതിക്കാവോ കാണിച്ചു തരാനൊക്കെ. കണ്ടോ ലല്ലുട്ടാ, ഹായ് കൊടുത്തേ. ഹായ്. ഉറക്കം ഉറങ്ങി നീറ്റിൻ്റെ ഒരു ക്ഷീണം കേട്ടോ. ഇനി
ഇതൊരു ഡ്രസ്സാണ്. ഇതൊരു ഷർട്ടാണ്. ഷർട്ടും പിന്നെ നല്ല ഈ പോളിസ്റ്ററും കോട്ടനും കൂടെ കൂടിയ ഒരു മെറ്റീരിയലാണ് നിക്കർ എന്ന് പറയുന്നത്. അല്ലൂട്ടാ ഇതിൻ്റെ ഈ സെയിം തന്നെ ഏറ്റവും വലുതും കിട്ടിയിട്ടുണ്ട് അവന്. 2 സെറ്റ് വീതം കിട്ടി. ഇത് 2 സെറ്റ്. ഇത് ആരോ അറിയാതെ വാങ്ങിയതാണ്. രണ്ടാളും ഒരേ മാതിരിത്തെ. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം നമുക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്തത് വലിയ ഞാൻ പറഞ്ഞില്ലേ 2 സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ലല്ലൂട്ടിന്. അപ്പം ഒന്ന് ഇപ്പം ഇടാൻ പറ്റിയ സെറ്റ് മാത്രം കേട്ടോ ഞാൻ കാണിച്ചത്. ഓക്കെ അറിയില്ല ഇത് അപ്പം ഇനി അടുത്തത് വലിയ സെറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അതേപോലെ തന്നെയാണ്. ഇത് കോഡ് സെറ്റാട്ടോ. വലിയ കോഡ് സെറ്റ്. കുറേ ജീപ്പും കുറേ ഏണിയും കുറേ അതേപോലെ മോഡൽ വരുന്ന തന്നെയാണ് നിക്കറും. അത് നല്ല ഡ്രസ്സാട്ടോ കാണാൻ. ഒത്തിരി നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം. ഓക്കെ ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇത് കോഡ് സെറ്റ് തന്നെയാണ്. ഷർട്ടും അതേപോലെ തന്നെ അതേപോലെ ഉള്ളതന്നെ നിക്കറും. നല്ല രസമാട്ടോ കാണാൻ. കാരണം എൻ്റെ അമ്മയും അനിയത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം പൊട്ടിച്ചപ്പോൾ ഈ ഗിഫ്റ്റുകളെല്ലാം പൊട്ടിച്ചപ്പോൾ ഞാനും അമ്മയൊക്കെ ഉണ്ടായിരുന്നേ. അമ്മ പറയാം അത് പൊട്ടിക്കുന്ന ഏറ്റവും നല്ല രസം പൊട്ടിക്കുന്നതാണ് ഏറ്റവും രസം പറയുന്നത് അമ്മ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലാ അടങ്ങിയിരിക്കടാ. കാരണം ഇടിപ്പിക്കുന്നേക്കാളും രസം മക്കൾക്ക് കിട്ടി എന്ത് ഗിഫ്റ്റാണ് നമുക്ക് പൊട്ടിക്കുന്നല്ലേ ഇഷ്ടമാവുക. അതെല്ലാം അതേപോലെ കേട്ടോ. ഇത് ഒത്തിരി കാണിക്കാൻ സമയത്ത് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ച് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. ഓക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇനി നല്ല പാർട്ടി വെയർ മാതിരിയുള്ള ഡ്രസ്സായിട്ട് ഇത് കണ്ടോ. പാർട്ടി വെയർ മാതിരി ഒരു കുഞ്ഞ് കുഞ്ഞ് കോട്ടും പിന്നെ അതിൻ്റെ ഉള്ളിലും നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയലാണ്. അടിപൊളി മെറ്റീരിയലാട്ടോ. എല്ലാം അടിപൊളി. അത് അതേപോലെ തന്നെ ആ കോട്ട് വരുന്ന അതേപോലത്തെ മെറ്റീരിയൽ വരുന്ന നിക്കർ അടിപൊളി കേട്ടോ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ തന്നത് ആരാണെന്നൊന്നും എനിക്കറിയില്ല കറക്റ്റായിട്ടും. എന്നാലും രസമുണ്ട് കാണാൻ. ഓക്കെ എല്ലാം ഒന്ന് കാണിക്കുന്നത് നടക്കില്ല കേട്ടോ. കാരണം ഇവന് ഭയങ്കര വാശി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത കാണിക്കാവേ. കണ്ടോ ബനിയനും നല്ല ബ്ലാക്ക് നിക്കർ. നല്ല ഭംഗിയില്ല കാണാൻ. ഇടയ്ക്ക് ഞങ്ങൾ വരും കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് മടിയിലൊക്കെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അവർ വാശിക്ക് തരും. അല്ലെങ്കിൽ ഇനി അടുത്തിട്ടോ നല്ല ഭംഗിയാണ് കാണാൻ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇത് കണ്ടോ മഞ്ഞ ഈ കോട്ട് വരുന്ന കേട്ടോ. ടീഷർട്ടായിട്ട് വേണമെങ്കിൽ ടീഷർട്ട് ഇടിക്കാം. അതിന് മേലെ കോട്ട് വേണമെങ്കിൽ കോട്ട് ഇടിക്കാം. ഓക്കെ അത് അതേപോലെ നിക്കർ വരുന്നുണ്ട് കേട്ടോ. ആ മോഡൽ കണ്ടോ. ആ മോഡൽ തന്നെ നിക്കറും വരുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. നല്ലൊരു മഞ്ഞ കളറും ഒരു വെള്ളയും കൂടെ ഒരു കോമ്പിനേഷൻ, യെല്ലോ വൈറ്റ് കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട്. പക്ഷെ എല്ലാം കൂടെ ഒന്ന് കാണിക്കാം. കാരണം ഒത്തിരി ഉടുപ്പുകളുണ്ട്. ഒത്തിരി കാരണം വീഡിയോ ലാഗായി പോയി കഴിഞ്ഞാൽ ആർക്കും വലിയ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഒരു 3-4 ജോഡി കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ വൈകിട്ട്. ഓക്കെ അപ്പം ഇനി അടുത്തത് കാണാം കേട്ടോ നമുക്ക്. ഇനി അടുത്തത് നല്ല രസമായിട്ട് കാണാൻ. അടിപൊളിയാണേ. വൈറ്റും ഒരു ആഷ് കളറും കൂടെ കോമ്പിനേഷൻ. നല്ല രസമാണ് കാണാൻ കേട്ടോ. ഇതൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാട്ടോ. ഇതൊന്നും ആരെ തന്നേ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇന്നലെ ഈ കുർത്ത മാതിരിക്ക് ഇരിക്കും. കുറച്ചും കൂടെ ഒരു 2.5 വയസ്സ് വരെയൊക്കെ ഇടിക്കാം. അത്രേ ഉള്ളൂ. നല്ല ഭംഗിയ കാണാനേ. എന്തോ സ്റ്റൈൽക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. സ്റ്റൈൽക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു 6 ഒക്കെ ഉണ്ട്. 80 എന്നൊക്കെ ഉണ്ട്. നല്ല രസത്തിൽ കാണാമെന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെയോ ഒരു ചിത്രങ്ങളും ഒക്കെ ഉണ്ടായിട്ട്. പിന്നെ അതിൻ്റെ നിക്കർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളറ് ജീൻസിൻ്റെ നിക്കറാണ് വരുന്നത്. ഇനി
ഇനി നെക്സ്റ്റ് ഒരു വൈറ്റിൽ എന്താ പറയുക, പ്രിൻ്റല്ല, ഒരു വൈറ്റിൽ കുറേ പുളിപ്പുളി, പ്രിൻ്റഡ് അല്ല സംഭവം കേട്ടോ, അല്ലാത്തതാണേ. നല്ല രസമാണ് കാണാൻ. ഈ കുടുങ്ങി നിൽക്കുന്ന എന്താ പറയുക, കഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന കോളറൊക്കെ ആയിട്ട് കുഞ്ഞ് ഹാഫ് കൈയൊക്കെ ആയിട്ട് കുഞ്ഞ് എന്താ ഷർട്ട് കേട്ടോ. നല്ല ഭംഗി, നല്ല മെറ്റീരിയൽ. നമ്മൾ ഈ പപ്പടമൊക്കെ ഉണ്ടാവില്ലേ, പപ്പടം മുരിഞ്ഞാൽ എങ്ങനെയാണ് അതേമാതിരിയുള്ള മെറ്റീരിയൽ കേട്ടോ. ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് ജീൻസാണ് കണ്ടോ. രണ്ട് ഭാഗത്തും ഒരേമാതിരി എന്താ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ, അടിപൊളി. ഇതൊന്നും ആരാ തന്നെ എനിക്കറിയത്തില്ല, കാരണം ഒത്തിരി കിട്ടിയതുകൊണ്ടേ നമുക്ക് ആരാ തന്നതെന്നൊന്നും ഇതിങ്ങനെ കയ്യിലിങ്ങനെ കൊണ്ടു തരികയല്ലേ, അപ്പം അതായതൊന്നും ഓർമ്മയില്ല. ഇനി നെക്സ്റ്റ് കേട്ടോ, അടിപൊളി ക്ലോത്താണ്. ഇത് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇത് കണ്ടപ്പോൾ. നല്ല അടിപൊളി തുണി പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക, ഒരു ചാക്കിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടാവില്ല, നമുക്ക് ഈ നൂൽച്ചാക്കില്ലേ അതേമാതിരിക്കൊരു ഇത് നല്ല ഒരു മെറ്റീരിയലായത്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല, ഒരു ചെക്ക് മാതിരി കണ്ടോ, ഇതേമാതിരിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അടിപൊളിയാണ്. അതിൻ്റെ ഒരു ബ്രൗൺ കളറ് നിൽക്കും, അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഈ ഡ്രസ്സ് കൊണ്ടുവന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താ കബീറാക്കാന്നൊരു ഒരാളാണ്, കാരണം എന്താ പറയുക ഈ പാർട്ടീൻ്റെ ഇതിലൊക്കെ നടക്കുന്ന ആളാണ് കേട്ടോ. അവരാണ് വൈകി വന്ന് ഈ ഒരു എന്താ പെട്ടി എനിക്ക് തന്നത്. പെട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കവർ എനിക്ക് തന്നത് കേട്ടോ, എന്താ ഗിഫ്റ്റ് കൊണ്ട് തന്നത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ഡ്രസ്സ് ആരെ കൊണ്ട് തന്നത്. എന്നാലും അടിപൊളിയായിട്ടോ. എന്താ കാക്കുവിൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എന്താ പറയുക, അടിപൊളി ഡ്രസ്സ് പറഞ്ഞപ്പോൾ ഒരു അടിപൊളി മെറ്റീരിയലാണ്, നല്ല രസമാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്താ കുറേ ഉണ്ട്, ഇനിയുണ്ട് ഒത്തിരി കാണിക്കാൻ, പക്ഷേ ഇതൊന്നും സമ്മതിക്കും തോന്നുമ്പോൾ ഭയങ്കര വാശിയാണ്. അപ്പോൾ ഒരു 2 ജോഡിയും കൂടെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ വൈകിട്ട് ഓക്കെ. ഇനി അടുത്തൊരു ലൈറ്റ് ഒരു എന്താ ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ ലൈറ്റ് ഒരു എന്താ പറയുക ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്ന ഒരു ബനിയനാണ് കണ്ടോ. ഇതൊക്കെ പറഞ്ഞാൽ നല്ല സുഖം ഇടാൻ, കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സുകളാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അതേപോലെ കറുത്ത ജീൻസും എന്താ സൈക്കിളോ ഇതൊക്കെ ഉണ്ട് ചിത്രം. എന്തായാലും നല്ല രസം, നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോലെ നല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് എന്താ മെറ്റീരിയലാണ്. കാരണം ബനിയൻ ക്ലോത്ത് തന്നെയാണ്, അതിനകത്ത് കോട്ടണൊന്നും കൂടിയിട്ടില്ല. അത് നല്ല ബനിയൻ്റെ തന്നെ നല്ല ക്ലോത്താണ്, അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ, അടിപൊളി ഡ്രസ്സ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളത് നല്ല ഡ്രസ്സാണ് കേട്ടോ. ഇത് കാണാൻ നമ്മളെ ഗേൾസിൻ്റെ ഡ്രസ്സ് മാതിരിയൊക്കെ തോന്നും, പക്ഷേ ബോയ്സിൻ്റെ തന്നെയാണ്. ഇത് എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ഒരു പേരെനിക്ക് കിട്ടുന്നില്ല. ഇതിനുള്ളിൽ ഒരു ബനിയനും ഉണ്ട്. എന്താ ഈ നിക്കറും ബനിയനും ഒരേമാതിരി ഒരേ ഇതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല. പാപ്പാ സൂട്ടല്ല, വേറൊരു എന്താ ഡ്രസ്സുണ്ട്. നല്ല രസമാണ്. എൻ്റെ കുഞ്ഞിനൊക്കെ എൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പം ഒരു 3-4 ജോഡി കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഇതാണത് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, കമ്പിളിപ്പുറപ്പില്ലേ, നമ്മളെ കമ്പിളിപ്പുറപ്പിൻ്റെ ഒരു മെറ്റീരിയൽ മാതിരിയൊക്കെ നല്ല അടിപൊളിയാണ്. എന്തായാലും എന്താ പറയുക, അടിപൊളി സെറ്റ്. അതിൻ്റെ ഉള്ളിലൊരു എന്താ ആഷ് കളറല്ല, ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ എന്താ ഉള്ള എന്താ ഒരു ബനിയനും ഉണ്ട്. അതിരിച്ച് ഇതും കൂടി ഇടിച്ചാൽ സെറ്റാവും. അതായത് എന്തായാലും നമ്മൾ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലതാണ് ഇങ്ങനത്തെ ഡ്രസ്സ് കേട്ടോ. ഇനി അടുത്തോട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായൊരു കോട്ട് ഡ്രസ്സാണ്, എന്താ കോട്ട് സെറ്റാണ്. ഇതൊരു പിങ്ക് കളറാട്ടോ, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് കണ്ടോ, അതിന് എംബ്രോയ്ഡറിൻ്റെ നൂലും കൊണ്ട് എംബ്രോയ്ഡറി പോലെ വർക്കൊക്കെ ചെയ്ത് അതേപോലെ തന്നെ അതിൻ്റെ നിക്കറും. എന്താ ഇത് ക്ലിയർ ആണോ എന്നറിയില്ല നിങ്ങൾക്ക് കേട്ടോ. വാങ്ങും ഇങ്ങനത്തെയൊക്കെ വാങ്ങാൻ കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്ന മക്കളൊക്കെ എന്താ അമ്മമാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ സെറ്റൊക്കെ നല്ലതാണ് നമ്മളെ കുഞ്ഞുകുട്ടികൾക്ക്. അടിപൊളിയാണേ, ഒന്നും പറയാല്ല, അടിപൊളി ഡ്രസ്സ്. പിന്നെ ഇവ എന്താ എംബ്രോയ്ഡറിയും കൊണ്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ കാണാൻ പോലെ നല്ല മെറ്റീരിയൽ, പെട്ടെന്നൊന്നും
അധികം കുറേ നാളിട്ട് ശേഷം മാത്രമേ കേടാവുള്ളൂ, അത് ഉറപ്പാണ്. കാരണം അത്ര നല്ല മെറ്റീരിയലാണ്. പിന്നെ വേറെ കേട്ടോ ഷർട്ടാണ്, നല്ല രസം. ഈ ഒരു മെറ്റീരിയൽ എൻ്റെ ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോനൊരു വൈറ്റ് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതേ മെറ്റീരിയലാണിത്. എനിക്ക് ഞാൻ എൻ്റെ മോനെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല വിശ്വാസം കേട്ടോ ആ മെറ്റീരിയലിനോട്. വിശ്വാസമല്ല, എനിക്കിഷ്ടപ്പെട്ട മെറ്റീരിയലാണിത് കേട്ടോ. കാരണം പെട്ടെന്നൊന്നും കേടാവില്ല. അതുകൊണ്ട് അതിൻ്റെ വേറെ കളർ ഇളകി ഒന്നും ചെയ്യില്ല. അത്ര നല്ലൊരു ക്ലോത്താണത്. പിന്നെ അതിൻ്റെ നിക്കറാണ് കേട്ടോ ഇത്. 25 ഇത് എഴുതിയിട്ടുണ്ട്, ബ്ലാക്ക് 25 ഡുബ്ലിംഗ് എന്നൊക്കെ. പിന്നെ അതുപോലെ 40 TRK MP സേഫ്റ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ ഇപ്പുറത്ത്. അടിപൊളി. നമ്മളെ കാലത്തൊക്കെ, അതായത് ഒന്നും വേണ്ട, എൻ്റെ ചെറുപ്പകാലത്ത് പോലും കേക്ക് മുറിയോ കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് ഓരോ ജോഡി ഡ്രസ്സ് എടുത്ത് തരും. അതേപോലെ ആൻറ്റിമാരാണെങ്കിലും എല്ലാവരും ഞങ്ങൾക്ക് ഓരോരോ ജോഡി ഡ്രസ്സ് എടുത്തിട്ട് ചെയ്യാം. ഇപ്പോഴത്തെ മക്കളൊക്കെ ഒരു ഭാഗ്യം നമ്മൾ ആലോചിക്കണം. കാരണം അവരെ കേക്ക് മുറിക്കുന്നു, കുറേ ആൾക്കാരെ വീട്ടിലേക്ക് വിളിക്കുന്നു, കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ കാലത്തെ മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതൊക്കെ അവർക്ക് ഓർമ്മയില്ലെങ്കിലും രക്ഷകർത്താക്കൾക്ക്, പാരൻസ് ഓർത്തിരിക്കാൻ ഓരോ ഓർമ്മകളായിരിക്കും അത്, അല്ലേ? നിങ്ങൾക്ക് എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് നിർബന്ധിച്ച് പറഞ്ഞു. കാരണം എൻ്റെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുന്നപ്പോഴേ കൊറോണ, അതായത് 2020 ആ കൊറോണ ടൈം ഉണ്ടല്ലോ, ആ ടൈമിലായിരുന്നു എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വന്നത് ഫസ്റ്റ്. അപ്പോൾ പിന്നെ ഞങ്ങളത് ആഘോഷിച്ചില്ല. കാരണം ഇത്ര പേരെ പാടുള്ളൂ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ച ആൾക്കാർ തന്നെ ഞങ്ങൾ തിരിച്ച് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല എന്നൊക്കെ. ഞങ്ങൾ കുറേ ആൾക്കാർ വിളിച്ചോണ്ട് അങ്ങനെ ആ പരിപാടി മാറ്റി വെച്ചു. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം ചെറിയവൻ്റെ ബർത്ത്ഡേ അത്യാവശ്യം നല്ലോണം ആഘോഷിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതേപോലെ നല്ല രീതിയിൽ നടന്നു കേട്ടോ. എല്ലാവരും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ. കാരണം നല്ല രസമാണ് കാണാൻ. ഇനി നെക്സ്റ്റ് കിട്ടിയതാണ് ഒരു ഗ്രീൻ ബ്ലൂ കോംബോ ആയിട്ട് ഒരു ബനിയൻ സെറ്റ്. അതിൻ്റെ ഇപ്പോൾ ഫുള്ളുണ്ടല്ലോ നമ്മളെ ബനിയൻ സെറ്റിനൊക്കെ ജീൻസ് ടൈപ്പ് നിക്കറുകളാണ് വരുന്നത്. എലാസ്റ്റിക് ബനിയനായിരിക്കും, ബനിയൻ്റെ അതായത് നമ്മൾ ഈ ബനിയൻ്റെ ഇതായിരിക്കും. പക്ഷേ നിക്കറിൻ്റെ അതായത് ഇത് തുണി ജീൻസ് ആയിരിക്കും. എന്തായാലും അടിപൊളി. നെക്സ്റ്റ് ഒരു ബനിയൻ സെറ്റാട്ടോ. അതിപ്പോൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. തന്നതാരാണെങ്കിലും അടിപൊളി. അതിൻ്റെ ബ്ലാക്ക് അടിപൊളിയാണ്, രസമുണ്ട് കാണാൻ. നെക്സ്റ്റ് ഒരു അടിപൊളി ബാബാ സൂട്ടാട്ടോ. കണ്ടോ, അതിൽ ഒരു കരടീൻ്റെയും ടെടീൻ്റെയൊക്കെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ സന്തോഷം കണ്ടാൽ എനിക്ക് കിട്ടിയ മാതിരിയാണ് ഈ ഡ്രസ്സ് മുഴുവൻ. കാരണം നമ്മൾ മക്കൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്രയും കാരണം ഒരു 10-50 സെറ്റെങ്കിലും അവന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ബർത്ത്ഡേക്ക്. ഇത് അടിപൊളിയാണേ, പറയാക്കാൻ വയ്യ. പിന്നെ നല്ലൊരു ബനിയൻ സെറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റിയാണേ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി മോഡലാണ്. കണ്ട, ഇവിടെ രണ്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ക്ലോത്താട്ടോ, നല്ല ഭംഗി കാണാൻ. ഇതിൽ നിക്കറാണ് രസം. എന്താ പറയുക, ബനിയനേക്കാൾ രസം നിക്കറ കാണാൻ. കണ്ടോ, പുള്ളി നിക്കറ്. അതും ബനിയനാണ്, ജീൻസല്ല, ബനിയനും തന്നെയാണ്. കോട്ടണും ബനിയനും കൂടെ ചേർന്നാട്ടോ, മിക്സ് ആയതാണ്. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഒരു ബാബാ സൂട്ട് കേട്ടോ, അടിപൊളിയാട്ടോ. കണ്ടോ, അടിപൊളി. ഇത് സെപ്പറേറ്റ് അല്ല, ഇത് ഒന്നിച്ചുള്ള തന്നെയാണ്. അപ്പം
എന്താ അമ്മ ഓ അപ്പം എടുക്കലേ ലാലൂട്ടിന് മാത്രമല്ല കേട്ടോ കിട്ടിയത്. എൻ്റെ മൂത്ത ആദ്യക്കുട്ടനും കിട്ടിയിട്ടുണ്ട് 2-3 ജോഡി. കാരണം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഈ 2 ജോഡി കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രസ്സ്. 2 ആക്കൂട്ടവും ചെറുതിനും വലുതിനും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗിഫ്റ്റ് കൊണ്ട് തന്നതിലും ഉണ്ടായിരുന്നു ഈ 2 ജോഡി വീതം. ആ പിന്നെ ഗിഫ്റ്റ് കിട്ടിയത് അവന് എന്താ സന്തോഷം എന്നറിയോ? 2 ജീപ്പ്. കാരണം ഇവന് എന്താ പറയുക, വണ്ടികളെന്ന് വെച്ചാൽ ഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഭ്രാന്തായി. കാരണം ഞങ്ങളിപ്പോൾ ടൗണിലേക്ക് ഒക്കെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പം ഇവനൊന്നുമല്ല, ഇവന് കഴിക്കാനൊന്നുമല്ല വേണ്ടേ, ഇവന് കാറ്, പിന്നെ അത് കടച്ച കാറ് അവിടെയൊക്കെ മടക്കി വെച്ചതാ, കാറ്, അതേപോലെ തന്നെ ജീപ്പ്, പോലീസ് കാറ്, ഇതൊക്കെയാണ് അവന് വേണ്ട സാധനങ്ങൾ. നമ്മളൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ നമ്മൾ നിർബന്ധിക്കുക. പക്ഷെ ഇവൻ അതൊന്നുമല്ല. ഇവന് പോലീസ് കാറ്, പോലീസ് ജീപ്പ്, അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, വിയു വിയു എന്ന് പറഞ്ഞൊരു സൗണ്ട്. അതൊക്കെ അവൻ തന്നെ എങ്ങനെയാ ആ സൗണ്ട് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തേ? ഈ ഒരു എന്താ സൗണ്ടിലുള്ള കാറുകളാണ് അവന് വേണ്ടത്. ഇപ്രാവശ്യം എന്നോട് പരിപാടിയുടെ തലേന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയായിരുന്നു. ആ ഷോപ്പിങ്ങിന് പോയപ്പോൾ അതെന്നോട് പറഞ്ഞു അങ്ങനത്തെ സൗണ്ടുള്ള കാർ എനിക്ക് വാങ്ങി തന്നെ. ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങനെ ആരും ആ കാർ ഇറക്കുന്നില്ല മോനെ, എന്താ ആരും ഇറക്കുന്നില്ല, ചെവിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആരും ഇറക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് എന്താ അങ്ങോട്ട് ഒഴിഞ്ഞു മാറി പോകും. അതുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടല്ലോ 150 രൂപേൻ്റെ ഒരു JCB പോലത്തെ ഒരു വണ്ടി ഞാൻ മേടിച്ചു കൊടുത്തു. അപ്പം പിന്നെ ഗിഫ്റ്റ് കിട്ടി കേട്ടോ, ഒരു ജീപ്പ് തന്നെ ചെറുതും വലുതുമായിട്ട് കിട്ടി. അത് എൻ്റെ ഭഗവാനെ, അത് പൊളിച്ച് അങ്ങോട്ട് എന്താ പറയുക, വിശന്നിരിക്കുമ്പോൾ നമ്മളെ മുന്നിലേക്കൊരു ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം നമ്മളെ മുന്നിലേക്ക് വിളമ്പി കൊണ്ടുവച്ച് എങ്ങനെ ഉണ്ടാവും, അതേമാതിരി ഒന്നും ഇവൻ്റെ ഒരു പരിപാടി കണ്ടാവുകയും പൊട്ടിക്കുന്നു, മറിക്കുന്നു, തിരിക്കുന്നു, എന്താ അതിനുള്ളിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തതാണ്. അപ്പം അങ്ങനെയായിരുന്നു അവൻ്റെ പ്രകടനം. ഞാനും അമ്മേൻ്റെ അച്ഛനും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അത് കണ്ടിട്ട്, പൊട്ടിക്കുന്നത് കണ്ടിട്ടേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ. ബർത്ത്ഡേ കഴിഞ്ഞു, ലല്ലുട്ടിന് കുറേ ഗിഫ്റ്റ് കിട്ടി, ആദിക്കുട്ടിന് കുറേ ഗിഫ്റ്റ് കിട്ടി, ഡ്രസ്സായിട്ടും ജീപ്പായിട്ടും പുഴുവായിട്ടും മറ്റും മറിച്ചൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറേ കിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞങ്ങളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടി നിങ്ങളെ കാണിച്ചു തരുന്ന വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെന്താ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതെല്ലാം ചെയ്ത് ഞങ്ങളെ അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ.